ഗുഡ് മോർണിംഗ്. ഞാൻ ന്യൂസ് ഡയറക്ടറാണ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ പ്രണയിക്കുന്നവർക്കും പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്നവർക്കും ഒരു ശുഭവാർത്ത തന്നെയാണ്. പോസിറ്റീവ് കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് നോക്കൂ, അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുങ്ങുകയാണ്. കിങ് ഓഫ് കപ്സും 3 ഓഫ് വാൻഡ്സും കാണിക്കുന്നത് അവർ ട്രാവൽ ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ്. അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഇരുന്നോളൂ. നിങ്ങൾക്കറിയാലോ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവർ നിങ്ങളോട് പ്രണയം തുറന്നു പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അവർ ആ സ്നേഹം ഒന്നൊന്നായിട്ട് നിങ്ങളിലേക്ക് തരാൻ പോവുകയാണ് കേട്ടോ. അവരിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതായത് എന്തെങ്കിലും എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കും നമുക്ക് ചുറ്റും, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളിലില്ല, അല്ലെങ്കിൽ ഒരു ശൂന്യത അനുഭവപ്പെടില്ല അവരില്ലാണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയിലാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം മാറാൻ പോകുന്നു എന്നാണ്, ആ സാഹചര്യം മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ കുറച്ച് നാളുകൾ മാത്രമേ നിങ്ങൾ ഈ വിഷമത്തിൽ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം അത്രയേറെ തീവ്രമായ പ്രണയം തന്നെയായിട്ടാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡെക്ക് കാർഡ്സ് ഞാൻ നോക്കിയപ്പോൾ അതിൽ നിങ്ങൾ അവർ വരുമോ എന്ന് പ്രതീക്ഷിച്ചിട്ട് അവരെത്താണ്ടാവുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കില്ലേ, ഇതൊക്കെ വേണ്ട, നമുക്ക് മൂവ് ഓൺ ചെയ്യാം, ഈ സിറ്റുവേഷനൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് തന്നെ ക്ലിയർ ആക്കാൻ നോക്കുകയാണ്. അതായത് ഈ നിങ്ങൾ ഫുൾ ചിന്തിക്കുന്നത് അവരെക്കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടാവില്ല, നിങ്ങൾ വേറെ ഒന്നിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കുറേ പേര് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടാവാമായിരിക്കും. അപ്പോൾ നമ്മൾ കാർഡ്സ് നോക്കുമ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓവർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ബെറ്ററാണ്. അതൊക്കെ മാറും. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളെല്ലാം മാറും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവുകയാണ്. റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അവരുടെ പ്രണയ സന്ദേശവുമായിട്ട് എത്തൂട്ടോ. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾ ഇപ്പം വരും എന്ന് ചിന്തിച്ചിട്ട് അയ്യോ കണ്ടില്ലല്ലോ എന്താ വരാത്തെ എന്ന് ചിന്തിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട. അതതിൻ്റെ സമയമാവണം. ചിലവർക്ക് സ്റ്റക്ക് എനർജിയൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളിലേക്ക് എത്താനായിട്ട്. അത് ആ സമയത്ത് തന്നെ നടക്കുന്നേ. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അത് ഒരു സന്തോഷം, നിങ്ങൾ ഹാർമണി പോലെ തന്നെയാണ്. 4 ഓഫ് വാൻഡ്സ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സാണ് കാണിക്കുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സണോടൊപ്പം. അധികം വൈകാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ തന്നെ എത്തും. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സ്വന്തം ന്യൂസ്. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം.